ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വീക്ക്ലി വീഡിയോയിലേക്ക് പോകാം. ആൻഡ് ആദ്യം തന്നെ പറയട്ടെ, ഇത് ഡിസ്ക്ലൈമർ ആയിട്ട് കണക്കാക്കുക. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മുടെ സ്റ്റഡീസിൽ വന്നു കഴിഞ്ഞ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കണ്ടന്റായിട്ട് മാത്രം കാണുക. നിങ്ങൾ ഈ സ്റ്റോക്സിനെ നിങ്ങളുടെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇപ്പം ഇതൊരു ട്രേഡിംഗ് ഡിസിഷൻ ആയിട്ട് എടുക്കാതിരിക്കുക, മറിച്ച് നമ്മളുടെ നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ കണക്കാക്കുന്ന കണ്ടന്റായിട്ട് മാത്രം ഇതിനെ കണ്ടുകൊണ്ട് മാത്രം വീഡിയോ മുൻപോട്ട് കാണുക. ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഇത് കാണരുത്. ഓക്കെ. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ടെലിഗ്രാം ചാനൽ കഴിഞ്ഞ ആഴ്ച വീണ്ടും പുതിയതായിട്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലാസ്റ്റ് ചാനൽ ഒരു ടെക്നിക്കൽ റീസൺ കാരണം ഇതായി പോയിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു ചാനൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് എന്ന് പറയുന്ന ചാനലാണ്. മോസ്റ്റ്ലി 85-ലധികം ആളുകൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്ത് ഇനിയും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ടന്റ് കാണുന്ന ആളുകളാണെങ്കിൽ ഇതിൽ ചാനലിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും മറക്കാതെ തന്നെ ജോയിൻ ചെയ്ത ശേഷം മാത്രം കാണുക. കാര്യം നമുക്ക് നല്ല നല്ല കണ്ടന്റുകളും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസും ആൻഡ് സ്വിംഗ് ട്രേഡിംഗ് വരുന്ന സെറ്റപ്സ് ഒക്കെ ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്ന സ്റ്റോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കഴിയുന്നവർ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പം അടുത്ത കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ആദ്യം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നിഫ്റ്റി മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിഫ്റ്റി തന്നെ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ടാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. നിഫ്റ്റി വീക്ക്ലി ചാർട്ടിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. നിഫ്റ്റി ഓൾ ടൈം ഹൈയുടെ ഭാഗത്ത് നിന്ന് പ്യുവർലി ഡൗൺ സൈഡ് റിജക്ഷൻ കിട്ടി, അല്ലേ? ഡൗൺ സൈഡ് റിജക്ഷൻ കിട്ടി. അതിനുശേഷം വീണ്ടും അപ്പ് സൈഡ് പോയി ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഇനി വൺ ഡേ ചാർട്ട് എടുത്ത് നോക്കുക. വൺ ഡേ ചാർട്ടിലും കാണാം ഒരു കൺസോൾട്ടേഷൻ, ശേഷം ബ്രേക്ക് ഡൗൺ, ആൻഡ് അവിടെ നിന്നും വീണ്ടും അപ്പ് സൈഡ്. US-ന്റെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട അപ്പ് സൈഡ്, ശേഷം വീണ്ടും ഡൗൺ സൈഡ് ആൻഡ് കൺസോൾട്ടേഷൻ. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് റേഞ്ചിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നു. ആൻഡ് താഴത്തെ ഒരു ഗ്യാപ്പും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ 25,000 റേഞ്ചിലേക്ക് വീണ്ടും വരുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ട്രംപിൻ്റെ താരിഫ് ഡിസിഷനായി US കോർട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യമൊന്നുമില്ല. ട്രംപ് ഇന്ന് വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് തുടരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ താരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്ലോബൽ ന്യൂസസ് ഒന്നും എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ കാര്യമൊന്നുമല്ല. മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതിൻ്റെ കൂടെ അങ്ങ് റിയാക്ട് ചെയ്യുക, അല്ല ഒരുപാട് അഗ്രസീവായിട്ട് ഇങ്ങനത്തെ ന്യൂസസിന് ഞാനിപ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്തായാലും STX നിഫ്റ്റിയൊക്കെ അത്യാവശ്യം അപ്സൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് നിലനിൽക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓക്കെ. അപ്പം നിഫ്റ്റിയുടെ വ്യൂ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഒരു ടെക്നിക്കലി ഉള്ള റീസൺ ഒന്നുമല്ല. ഇപ്പം ന്യൂസ് ബേസ്ഡ് മൂവ്മെന്റ്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അത് അവിടെ പ്ലേ ആവുന്ന കൂട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഇപ്പം നിഫ്റ്റിയുടെ കാര്യത്തിലുള്ളത്. ഓക്കെ. അപ്പം ബാങ്ക് നിഫ്റ്റി ആയാലും സിമിലർ വ്യൂ തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ നമ്മൾ എന്താ പറയുക, ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് തോന്നുന്ന പോലെയാണ്, അതല്ലേ? അതാണ് അതിൻ്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. മാറ്റർ ഓഫ് ഫാക്ട് മാർക്കറ്റ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ അടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ രീതിയിൽ അങ്ങ് വിടുക, നമുക്ക് നോക്കാം. മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്ക് 3-4 മൊമെൻറ്റം ട്രേഡ്സ് എടുത്തത്, മൊമെൻറ്റത്തിൽ എടുത്ത ട്രേഡുകൾ തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. കാര്യം മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകുക എന്നുള്ള മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ആദ്യത്തെ സ്റ്റോക്സ് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ലിമിറ്റഡ്. ഞാൻ ഒരിക്കൽ പ്രോഫിറ്റിൽ ഇറങ്ങിയ സ്റ്റോക്കാണിത്. ശേഷം വീണ്ടും എൻ്റെ റഡാറിലേക്ക് വരികയാണ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഓവറോൾ നേച്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ചോപ്പിയാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണ്, ഈ സ്റ്റോക്ക് മുന്നേ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഹയർ ഹൈ തരുന്നു, കണ്ടില്ലേ? മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ ചോപ്പി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് GAEL എന്ന് പറഞ്ഞ കമ്പനി തന്നുകൊണ്ടിരുന്നത്. ഒരിക്കൽ ഞാൻ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി, മോസ്റ്റ്ലി 20% അടുപ്പിച്ച് പ്രോഫിറ്റ് എടുത്ത് ഈ ഒരു റേഞ്ചിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇടക്കാലത്ത്. അവിടെ നിന്നും ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ലേ, ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺ സൈഡ് മൂവ്മെന്റ്, കണ്ടില്ലേ? വളരെ ചോപ്പി ആയിട്ട്, കണ്ടില്ലേ? നമുക്ക് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്സ് നശിപ്പിക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് ഇതിൽ തരുന്നത്. ബട്ട് ഇവിടെ ടെക്നിക്കലി ഞാൻ വീണ്ടും സെലക്ട് ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത്, ഒരു ബേസിൽ നിന്നാണ് ഈ സ്റ്റോക്ക് വീണ്ടും മൂവ് ചെയ്യുന്നത് എന്നുള്ള റീസൺ ആണ്. കണ്ടില്ലേ, ഇതുപോലെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. സോ വീണ്ടും വലിയൊരു ബേസ് ഉണ്ടാക്കി ആ ബേസിൽ നിന്ന് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നു. പുതിയൊരു ഏരിയ 145 എന്ന് പറഞ്ഞ സോണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു നേച്ചർ കണക്കാക്കിയിട്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഡിമാൻഡ് ഏരിയാസ് ആയിരിക്കണം ഇതിൽ ട്രേഡ് എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. കാര്യം ഇത് കണ്ടില്ലേ, നിങ്ങൾ ഇതിൻ്റെ നേച്ചർ മനസ്സിലാക്കുക. ഒന്ന് പോകുന്നു തിരിച്ചു വരുന്നു, ഒന്ന് പോകുന്നു തിരിച്ചു വരുന്നു, കണ്ടില്ലേ? ലോവർ ലെവലിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഈ സ്റ്റോക്കിൽ എപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാം, കണ്ടില്ലേ?
നേച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഇതിന്റെ ഈ സ്റ്റോക്കിന്റെ നേച്ചർ അങ്ങനെയാണ്. അപ്സൈഡ് പോയാൽ തിരിച്ച് ലോവർ ലെവലിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പം ഇതിന്റെ ഹിസ്റ്ററി മൊത്തമായിട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള സ്റ്റോക്കാണ്. സോ ഞാൻ എന്തായാലും ഇത് എടുത്തു ചാടി ഇതിൽ വീണ്ടും ഒരു എൻട്രി എടുക്കത്തില്ല. ഞാൻ ഇതിന്റെ ഡിമാൻഡ് ഏരിയാസ് വരെ വെയിറ്റ് ചെയ്തിരിക്കാനാണ് എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. നല്ലൊരു സ്ട്രക്ചർ വൈസ് അത്യാവശ്യം മൂവ്മെന്റ് കാണിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഡിമാൻഡ് ഏരിയാസിൽ മാർക്ക് ചെയ്ത് ട്രിഗർ ചെയ്യുമോ ഇല്ല എന്നുള്ള വാച്ച് ചെയ്തിരിക്കാനാണ് ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത്. മൂവ്മെന്റ് ഉണ്ടാവും, പക്ഷെ അത് ആ ഒരു ഏരിയ വരെ ഞാൻ വെയിറ്റ് ചെയ്യും. 128 ആൻഡ് 112 ഈ 2 ഏരിയാസ് വെയിറ്റ് ചെയ്തും ഇത് ഈ ഒരു ട്രേഡിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിൽ മീഡിയം ടേം മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ. ഇത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒരാഴ്ചക്കുള്ളിൽ പ്രോഫിറ്റ് ആവും അങ്ങനത്തെ ചിന്താഗതിയല്ല. ഇത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വീക്സ് ഹോൾഡ് ഞാൻ കണക്കാക്കിയിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. കാര്യം ഇതിന്റെ മൂവ്മെന്റ് അങ്ങനത്തെ മൂവ്മെന്റ്സ് ആണ് തരുന്നത്. ഇപ്പോൾ 2 ഡിമാൻഡ് ഏരിയാസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് ഈ ഏരിയാസിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കുക, ഇങ്ങനത്തെ കമ്പനികളും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ലിമിറ്റഡ്. അപ്പോൾ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഐസ്മേക്ക് റെഫ്രിജറേഷൻ എന്നാണ് ഈ കമ്പനിയുടെ പേര്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടില്ലേ, ഒരു ഇതെല്ലാം ബേസ് ബ്രേക്ക് ഔട്ടുകളിൽ നിന്ന് വരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഐസ്മേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഏരിയ വരെ വന്ന ശേഷം ഡൗൺ സൈഡ് വന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡിമാൻഡ് ഏരിയാസും നമ്മൾ മാർക്ക് ചെയ്തിടുക. കണ്ടില്ലേ, 720 എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ ഇനി പോസിബിലിറ്റി ഉണ്ട്. സോ 720 നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിടുക. അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്കുള്ള മൂവ്മെന്റിനുള്ള പോസിബിലിറ്റിയാണ് ഐസ്മേക്കിലേക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഐസ്മേക്ക് റെഫ്രിജറേഷൻസ് നമുക്ക് എന്തായാലും വീക്ക്ലിയിലും കൂടെ എടുത്ത് നോക്കിയ ശേഷം തീരുമാനിക്കാം. ഐസ്മേക്ക് റെഫ്രിജറേഷൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ കണ്ടില്ലേ, ഈ സ്റ്റോക്ക് ഒരു ബേസിൽ നിന്നും ബ്രേക്ക് ചെയ്ത് വീണ്ടും മൂവ്മെന്റിനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ ഐസ്മേക്ക് റെഫ്രിജറേഷൻ്റെ ടെക്നിക്കലി ഉള്ള നിങ്ങളുടെ വ്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുക. അത് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ എന്നെ റീച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐസ്മേക്ക് റെഫ്രിജറേഷൻ ലിമിറ്റഡ്. ശേഷമുള്ള കമ്പനി എന്ന് പറയുന്നത് എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാണ്. എയറോഫ്ലക്സ് ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതും ബേസിൽ നിന്നാണ് ഈ സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഡിമാൻഡ് ഏരിയാസ് എപ്പോഴും മാർക്ക് ചെയ്തിരുന്നത്. നമുക്ക് അതിൽ അലേർട്ട് ഇട്ട് വെച്ചിരുന്നാൽ ഇതിന്റെ ഡിമാൻഡ് ഏരിയാസ് എല്ലാം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബേസ് ഏരിയയിൽ നിന്ന് ഡസ്റ്റ് ഡൗൺ സൈഡ് വന്ന ശേഷം കണ്ടില്ലേ, ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടത്തി. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തി ശേഷം എത്ര 50% മൂവ്മെന്റ് ആണ് ഈ ബേസിൽ നിന്ന് തന്നേക്കുന്നത്. സോ നമുക്ക് നോക്കാം, ഈ 223 റേഞ്ചിലാണ് ഇപ്പം എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി മാർക്കറ്റ് പുൾ ബാക്ക് തരുവാണെങ്കിൽ തന്നെ 200 റേഞ്ച് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. 200 റേഞ്ച് ആൻഡ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഏരിയയ്ക്ക് ശേഷം മുകളിൽ ട്രേഡ് ചെയ്യാണ്. എന്തായാലും നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസിന്റെ മൂവ്മെന്റ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. 200 ആയിരിക്കും ഇതിന്റെ ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള നിയർ ടേം ഡിമാൻഡ് സോൺസ്. അതിനുശേഷം 170 ആയിരിക്കും. സോ എന്തായാലും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ് നല്ലൊരു ട്രാക്ഷൻ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. ഇത് 272 ഒക്കെയാണ് ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് കണക്കാക്കാൻ പറ്റിയ സോൺസുകൾ. അപ്പോൾ 272 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള സാധ്യതയുള്ള സോണായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അടുത്ത കമ്പനി എന്ന് പറയുന്നത് എൻ്റെ വാച്ച് ലിസ്റ്റിൽ വന്നത് ഓയിൽ ഇന്ത്യ ആണ്. ഓയിൽ ഇന്ത്യ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രൈസ് ആക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാറുണ്ടല്ലോ. ഓയിൽ ഇന്ത്യ എന്ന് പറയാൻ നിങ്ങൾ നോക്കി, ഞാൻ ഇതിൻ്റെ ഈ ഒരു മൊത്തം സോൺ ഞാൻ ഒറ്റ ഏരിയ, അതായത് 520 തൊട്ട് 320 ഉള്ള ഏരിയ ഞാൻ വലിയൊരു സോണായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. കാര്യം ഈ ഒരു സോണിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അല്ല, ഈ സോണിന്റെ ഹയർ റേഞ്ചിൽ എത്തിയപ്പോഴാണ് മാർക്കറ്റ് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടത്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം. നോക്കിയാൽ നിങ്ങൾ 520 ഈ ഒരു റേഞ്ചിൽ നിന്നും ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒറ്റ സോണായിട്ട് ഞാൻ കണക്കാക്കി. ആ കാര്യം എന്ന് പറയുന്നത് ആ ഒരു റിയാക്ഷൻ കണ്ടിട്ടാണ്. നിങ്ങൾ നോക്കി, ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് പോകാൻ നോക്കി, ഡൗൺ സൈഡ് വന്നു, അപ്സൈഡ് പോകാൻ നോക്കി, ഡൗൺ സൈഡ് വന്നു. ശേഷം മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത് 326 റേഞ്ചിലാണ്. ശേഷം ഈ ഒരു ഏരിയ എത്തിയപ്പോൾ തന്നെ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് വന്നു ആൻഡ് വീണ്ടും ഈ 532 എന്നുള്ള ഏരിയ കണ്ടപ്പോഴത്തേക്ക് വീണ്ടും മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടു. അപ്പോൾ ഓയിൽ ഇന്ത്യയിലെ അടുത്ത അറ്റംപ്റ്റ് എന്തായിരിക്കും? ഈ ഒരു 530 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആയിരിക്കും നടത്തുന്നത്. ഇപ്പോൾ ഒരു മൈനർ ലെവലിൽ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് 443 ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറിയാം, മൈനർ ഡിമാൻഡ് ആയിട്ട് 440 റേഞ്ചാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. 440 റേഞ്ച് മൈനറിലുള്ള ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓയിൽ ഇന്ത്യയുടെ വേറൊരു സോൺ, വേറൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് 385 ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സോണിന്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്ത സോൺസ് ആണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പം ഓയിൽ ഇന്ത്യയുടെ വരുന്ന വീക്സിലെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഈ സോൺ ബ്രേക്ക് ചെയ്യുമോ ആൻഡ് ഹയർ ലെവലിലേക്ക് പോകുമോ, അതോ ഡിമാൻഡ് ഏരിയ ടച്ച് ചെയ്യാൻ 385 എന്നുള്ള ഡിമാൻഡ് ഏരിയ ടച്ച് ചെയ്യാൻ വരുമോ എന്നുള്ള കാര്യവും നമുക്ക് വാച്ച് ലിസ്റ്റിലിട്ട് വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി. പിന്നെ എന്ന് പറയുന്നത് എല്ലാവരും ഇടയ്ക്ക് നല്ല പ്രോഫിറ്റ് ഒക്കെ എടുത്ത കമ്പനി ആയിരിക്കും നാഷണൽ അലുമിനിയം എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ നാഷണൽ അലുമിനിയം കണ്ടാൽ എല്ലാവരും ഭയങ്കരമായ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് ഈ കമ്പനിയിൽ. മോസ്റ്റ്ലി നല്ല മൂവ്മെന്റ്സ് ആണ് വന്നത്. ഈ ഒരു ബേസ് ഏരിയയിൽ നിന്നും
200% അധികം മൂവ്മെന്റ്, കണ്ടിന്യൂസ് അപ് ട്രെൻഡിന് ശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചു? ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന ശേഷം 330, 340 റേഞ്ചിലേക്ക് മാർക്കറ്റ് അത്യാവശ്യം ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നാഷണാലത്തിന്റെ ഒരു പേർപ്പസ്, നാഷണാലം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഡൗൺ സൈഡ് ഉണ്ടായാൽ അടുത്തിനി 260 റേഞ്ച് വരെ മാർക്കറ്റിൽ നാഷണാലത്തിൽ ഒരു ബ്രേക്ക് ഉണ്ടായാൽ മേ ബി വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഒരു 260 റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് നാഷണാലത്തിൽ കറക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് ഈ ഒരു ഏരിയ 330 എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 330 എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് മേക്ക് ഓർ ബ്രേക്ക് ലെവലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, 330 ബ്രേക്ക് ചെയ്ത് താഴെ പോകുകയാണെങ്കിൽ മേ ബി ഒരു കണ്ടിന്യൂഷൻ, ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂഷനിലേക്ക് പോകും. മറിച്ച് 330 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു റീട്രേസ്മെന്റ് മൂവ് 430 റേഞ്ചിലേക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എന്തായാലും നാഷണാലം വരുന്ന ആഴ്ചകളിൽ വാച്ച് ചെയ്യുക. ആൻഡ് ഇവിടെ ട്രെൻഡ് ലൈൻ, സ്മോൾ ട്രെൻഡ് ലൈൻ ഉണ്ട്. വളരെ പെർഫെക്റ്റ് ട്രെൻഡ് ലൈൻ എന്ന് ഞാൻ പറയുന്നില്ല, സ്മോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് 330 റേഞ്ചിൽ. സോ നാഷണാലം ഈ ഒരു മേക്ക് ഓർ ബ്രേക്ക് ലെവലിലാണ് നിൽക്കുന്നത്. 330 ബ്രേക്ക് ചെയ്ത് ആ ഡൗൺ സൈഡും ആൻഡ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ 370, 430 ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നാഷണാലം നിങ്ങളുടെ സ്റ്റഡീസിന്റെ ഭാഗമാക്കുക, എന്തായാലും വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എൻ്റെ കൺമുന്നിൽ വന്നതെന്ന് പറഞ്ഞാൽ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കായിട്ട് വരികയാണ്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ്, IRCTC എന്ന് പറഞ്ഞ കമ്പനി ഒരു സ്മോൾ, അതായത് കറക്ഷന് ശേഷം, നിങ്ങൾ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കറക്ഷൻ അല്ല, മോസ്റ്റ്ലി 1137 റേഞ്ചിൽ നിന്നും ഹെവി കറക്ഷനാണ് IRCTCയിൽ ഉണ്ടായത്. IRCTC എന്ന കമ്പനിയെ കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 48% കറക്ഷൻ, അത്രയും വലിയൊരു കറക്ഷൻ, മോസ്റ്റ്ലി 50% കറക്ഷൻ തന്നെ ഈ സ്റ്റോക്കിലുണ്ടായി. ആൻഡ് സ്റ്റോക്ക് ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ റിവേഴ്സൽ ചെയ്യാൻ പറ്റിയ സോൺസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നിന്നും 560 റേഞ്ച് എന്തായാലും ടച്ച് ചെയ്തിട്ടില്ല, മറിച്ച് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റിയാണ് നോക്കുന്നത്. അപ്പം ഒരു 650 റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലൊരു സെറ്റപ്പായിട്ട് ഇത് വന്നേനെ. മറിച്ച് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് 645 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എബോവ് 650 ക്ലോസ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എബോവ് 650 വീക്ക്ലി ക്ലോസിംഗ് കിട്ടിയ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പായിട്ട് ഡെവലപ്പ് ആയേനെ. എന്തായാലും എനിവേസ് എബോവ് 65 വീക്ക്ലി ക്ലോസിംഗ് വന്നിട്ടില്ല, മറിച്ച് എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ടെക്നിക്കലി. ഇപ്പോൾ 600 റേഞ്ച് 615 ഒരു നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുമോ എന്ന് നോക്കാം. 615 ബ്രേക്ക് ചെയ്യാത്തിടത്തോളം വലിയ പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 600 ആണ് സൈക്കോളജിക്കൽ ലെവലായിട്ട്, ഒരു 600 ലെവൽ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ഒരു 600 ലെവൽ സൈക്കോളജിക്കൽ ലെവലായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് IRCTC. ഓക്കെ, അപ്പോൾ IRCTC എന്തായാലും 600 ലെവൽ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മേ ബി റിവേഴ്സൽ പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. എബോവ് 650 വീക്ക്ലി ക്ലോസിംഗ് വന്നാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുക IRCTCയിൽ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് NTPC എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. NTPC നിങ്ങൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പോലെയാണ് ഞാൻ ഡിസിഷൻ എടുത്തത്. ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും ഒരു സോണ് മൊത്തമായിട്ട് കണക്കാക്കിയാണ് നമ്മൾ ഈ തീരുമാനം എടുത്തത്. ഓയിൽ ഇന്ത്യയിൽ എടുത്ത പോലെ ഒരു തീരുമാനമാണ് ഞാൻ ഇവിടെ നോക്കി കാണുന്നത്. NTPC കുറച്ചധികം കാലമായിട്ട് വാച്ച് ചെയ്യുകയാണ്. വീണ്ടും ഈ സോണ് ബ്രേക്ക് ചെയ്ത് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള അറ്റംപ്റ്റ് മേ ബി NTPCയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. സോ നമുക്കെല്ലാം ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാം. NTPC കണ്ടില്ലേ, ഈ ഒരു സോണിൽ നിന്നാണ് മാർക്കറ്റ് നമ്മൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇതിന്റെ 350 എന്ന് പറയുന്നത് NTPC ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. 350 സോൺസ്. ഓക്കെ, 350 ആണ് ഡിമാൻഡ് ഏരിയ. ആൻഡ് അത് ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 300, രണ്ട് ഡിമാൻഡ് ഏരിയാസും അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺസ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. 300ഉം ഒരു 3 ടൺ ഒരു സപ്ലൈ, ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള രണ്ട് സോൺസ് ആണ് NTPCയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്സ് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇതൊന്നും എടുത്ത് ട്രേഡ് ചെയ്യാനായിട്ടല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ചാർട്ടും ഓരോ കഥ പറയുന്നുണ്ട്. ആ കഥ നമ്മൾ മനസ്സിലാക്കുക, എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ബജാജ് കൺസ്യൂമർ, ലാസ്റ്റ് സ്റ്റോക്കാണ്. ബജാജ് കൺസ്യൂമർ ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടിന്യൂഷൻ മൂവ്മെന്റ് ഇവിടെ നടക്കുകയാണ്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്, ഒരു സോൺ ബ്രേക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ 1 ഡേ ചാർട്ട് കൂടെ എടുത്ത് നോക്കാം. 1 ഡേ ചാർട്ട് നോക്കുകയാണെങ്കിലും മാർക്കറ്റ് എന്താണ്, ഒരു 340 ഇവിടെ ലോങ് വിക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ വിക്കോടെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാൻ ശ്രമിക്കുന്നത്. കണ്ടില്ലേ, ഓരോ തവണ ഈ ഒരു സോണിലാണ് മാർക്കറ്റ് ഡിമാൻഡ് എടുത്തിരിക്കുന്നത്. 350, 340 റേഞ്ചിൽ ഡിമാൻഡ് എടുത്ത് ബജാജ് കൺസ്യൂമർ കണ്ടിന്യൂഷൻ മൂവ്മെന്റിനുള്ള പോസിബിലിറ്റിയാണ് തരുന്നത്. സോ ബജാജ് കൺസ്യൂമർ എന്തായാലും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാൻ വേണ്ടി വെർത്താണ്. ഓക്കെ, അവിടെ ഒരു സപ്ലൈയിലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവുമോ എന്ന് നോക്കാം. 450, 430 റേഞ്ച് ഒരു സപ്ലൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സപ്ലൈയിലേക്കുള്ള മൂവ്മെന്റിനുള്ള സാധ്യതയാണോ അതോ കറക്ഷനിലേക്ക് പോകുമോ ഇല്ല എന്നുള്ള കാര്യം നോക്കാം. രണ്ട് ഡിമാൻഡ് സോണാണ് കേട്ടോ. 320ഉം 360ഉം കനത്ത രീതിയിലുള്ള ഡിമാൻഡായിട്ട് ബജാജ് കൺസ്യൂമറിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിക്കുകളും സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് ബൈയിങ് പ്രഷർ ഉണ്ടെന്ന് തന്നെയാണ്.
അപ്പോൾ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ കറക്ഷൻ ഈ ഒരു സെറ്റപ്പ് ഫെയിൽ ചെയ്ത് കറക്ഷൻ വരുവാണെങ്കിൽ നമുക്കിത് ഈ ഏരിയയിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് തിരിച്ചെത്തുക. ഈ സെറ്റപ്പ് ഫെയിൽ ആവുകയാണെങ്കിൽ, ഈ ഒരു ഡിമാൻഡ് ഫെയർനെസ് ഹോൾഡ് ആവാതെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഈ 260 റേഞ്ചിലോട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് ബജാജ് കൺസ്യൂമർ വരിക. അത്രയും സ്ട്രെങ്ത് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും സ്ട്രെങ്ത് കുറവില്ല. കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് എൻഗൾഫിംഗ് ക്യാൻഡിൽസ് തന്നാണ് കയറി പോകുന്നത്. നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഒരു സപ്ലൈ വരുന്നു, വീണ്ടും മാർക്കറ്റ് എൻഗൾഫ് ചെയ്ത് വീണ്ടും അപ്സൈഡ് പോകുന്നു. സോ അത്യാവശ്യം സ്ട്രെങ്ത് ബജാജ് കൺസ്യൂമർ കാണിക്കുന്നുണ്ട്. എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇടാം. ഞാൻ എന്തായാലും ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ബജാജ് കൺസ്യൂമർ നിലവിലെ അവസ്ഥയിൽ. ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാനായിട്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യാം. സോ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ച് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലി തന്നെ എന്ത് ഡൗട്ട്സും ചോദിച്ച് റീച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.